കുളിച്ചു കയറണമെന്നാണ് ചൊല്ല്. ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. രാവണി ചേട്ടൻ ഇതാണ് പണിയെന്ന് നാട്ടിൽ ആർക്കും അറിയില്ല. അതാണ് മിടുക്ക്. നാളെ നീ എവിടെ ആരായിരുന്നെന്ന് നാട്ടുകാരറിയില്ല. അതുകൊണ്ട് തെറ്റില്ലാതാവുമോ? പണ്ട് ഞാനും നിന്നെപ്പോലെ ഇതൊക്കെ ആലോചിച്ചവളാണ്. ഒരു വേശ്യയുടെ ജീവിതം ഒരിക്കലും ആനന്ദകരമായ ഒന്നല്ല. മറ്റുള്ളവരുടെ വെറുപ്പും പുച്ഛവും സാരമില്ല. പക്ഷേ നമ്മുടെ ഇടപാടുകാർ കാണിക്കുന്ന ക്രൂരത തന്നെ ചിലപ്പോൾ ദുസ്സഹമാണ്. ഇത് നോക്കൂ. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ നിന്ന വീട്ടിലെ പതിവുകാരൻ നിന്നുള്ള അനുഭവമാണിത്. പച്ച മാംസത്തിൽ തീ വെച്ച് പൊള്ളിക്കുക, അയാൾക്കത് വലിയ രസമായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അങ്ങനെയൊന്നും നടപ്പില്ല. എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും ഉണ്ട്. മര്യാദ കെട്ട ഇടപാടുകാരുടെ അടുത്തേക്ക് രാമണിച്ചേട്ടനും ഭാര്യയും നമ്മളെ അയക്കില്ല. അവർക്കത് വലിയ നിർബന്ധമാണ്. ഇവിടെ വരാറുള്ളവർ വലിയ വലിയ ആൾക്കാരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമാണ്. ആ പരിചയവും ബന്ധങ്ങളും വെച്ച് പലതും നേടിയവരും നല്ല നിലയിലെത്തി ഈ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോയവരും ധാരാളമുണ്ട്. ഞാൻ നശിച്ചു, തീർച്ച. പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. അവരെല്ലാം ഇന്ന് വളരെ സംതൃപ്തരാണ്. ഞാനിന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് അവരെന്നെ സ്വീകരിക്കുന്നത്. അവരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നു. എനിക്കൊന്നും വേണ്ട, റേഷൻ കടയിലെ കാശും എടുത്താൽ മതി. അപ്പൊ പിന്നെ അരിയുടെ കഞ്ഞി കുടിക്കാമല്ലോ. നീ എന്തിനാ കരയുന്നേ? ഒരു വേശ്യക്ക് കരയാൻ പാടില്ലേ? ഇന്ന് വരെ ഒരുത്തിയും കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞ് കണ്ണീര് പറ്റിയിട്ടാവും ഞാൻ ഇന്ന് ഈ കട്ടിലിൽ വെച്ച് വേശ്യായതേ ഉള്ളൂ. കുറെ കഴിയുമ്പോ എന്റെ കണ്ണുനീരും തീർന്നിരിക്കും. ഓഹോ, അങ്ങനെയാണോ? ഞാൻ നിന്നെ മറക്കില്ല. അങ്ങ് മറന്നാലും എനിക്കൊരിക്കലും അങ്ങേ മറക്കാൻ പറ്റില്ല. ഹരിശ്രീ വരപ്പിച്ച് ആശാനെ മറക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? ദയവായി അതൊന്നും ചോദിക്കരുത്. എന്റെ കഴിഞ്ഞ കാലം കുറച്ചു മുമ്പ് ഞാൻ കത്തിച്ചു കളഞ്ഞതാണ്. അയ്യോ വേണ്ട സാർ. ഞാൻ നിന്റെ സുഖത്തിന് വേണ്ടിയല്ല, എന്റെ സുഖത്തിന് വേണ്ടി എവിടെ വന്ന് കാശ് തരുന്നത്. കുടിക്കേ. നിനക്ക് അവിടെ ഏത് ഓഫീസിലെ ജോലിയെന്ന് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. വടക്കേതിലെ രമയ്ക്കും നിന്റെ കൂടെ ചേർന്നാ കൊള്ളാവുന്നുണ്ട്. വേണ്ടമ്മേ, ഇനി ഇവിടെ വേക്കൻസി ഇല്ല. സരസ്വതി, വർത്തമാനമൊക്കെ പിന്നെ ആകാം. അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ നോക്ക്. എനിക്കായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങളോടൊപ്പം ഞാനും കഴിച്ചോളാം. പറ്റില്ല. ഇന്ന് ഈ വീടിന്റെ ഭാഗ്യദേവത നീയാണ് മോളെ. മഹാലക്ഷ്മി വീട്ടിൽ വന്നാൽ അതുപോലെ സൽക്കരിക്കണ്ടേ? ആ വാ മോളെ. എന്റെ ചേച്ചി, ശബ്ദിച്ച് മറ്റുള്ളവർ ഉണർത്തണ്ട. മദ്യം കഴിക്കാതെ എനിക്ക് പുറങ്ങാൻ പറ്റത്തില്ല അമ്മേ. അമ്മേ, പെറ്റമ്മയോട് ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ ശാലിക്ക് ഗതി വരരുത്. നശിച്ചു, എല്ലാം നശിച്ചടി. ശരിയാണമ്മേ, അച്ഛൻ എന്നെ വിളിച്ചില്ലേ മഹാലക്ഷ്മി എന്ന്? അതെ, ഈ മഹാലക്ഷ്മിക്ക് ധനം തരുന്ന മഹാവിഷ്ണുമാർ ഒന്നല്ല 1000 ആണമ്മേ. അതാണമ്മേ
രാഹുൽ എനിക്ക് വാങ്ങി തന്ന തൊഴിൽ കുടിക്കാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ മോളെ, ഞങ്ങൾ വന്നത് ശാരദ അറിഞ്ഞതേയില്ല. എന്താ ഇത്ര വലിയ ആലോചന? കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ്. പോവാതിരിക്കാൻ പറ്റില്ല. അനിയത്തിയുടെ കല്യാണമാണ്. പോണം, തീർച്ചയായും പോണം. ശാരദയെ പറ്റി എല്ലാ കാര്യവും വീട്ടുകാർക്കറിയാം അല്ലേ? അറിയാം. ഞാൻ അയക്കുന്ന കാശുകൊണ്ടാണ് അവരെല്ലാം ജീവിക്കുന്നത്. വീട് നന്നാക്കി, ഇളയ കുട്ടികളുടെ പഠിത്തവും നോക്കി. ഇപ്പോ അനിയത്തിയുടെ കല്യാണത്തിന് ആവശ്യമായ പണം കഴിച്ചു കൊടുത്തു. എന്റെ ജീവിതം ഞാൻ ഹോമിച്ചു. പക്ഷേ അതുകൊണ്ട് മറ്റു കുറെ ജീവിതങ്ങൾ ഞാൻ രക്ഷിച്ചു. അനിയത്തിയുടെ കല്യാണം നേരിൽ കാണണമെന്ന് ശാരദയ്ക്ക് വലിയ ആഗ്രഹമുണ്ടല്ലേ? തീർച്ചയായും ആ മംഗളകർമ്മത്തിന് ശാരദ കൂടെ ഉണ്ടായിരിക്കണം. അതെ, ഞാൻ ഏറ്റെടുത്ത ഭാരത്തിന്റെ ഒരു പ്രധാന ഘട്ടം ഇതോടെ അവസാനിക്കുന്നു. ആ, പോകാൻ സമയമൊന്ന്. ഞാൻ തയ്യാറാവട്ടെ? ശരി. ഒന്നും ഞാൻ ഒളിക്കില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്നിൽ നിന്നും ഓടി അകലുകയാണെങ്കിൽ പോലും സത്യമെല്ലാം പറഞ്ഞതിൽ ഞാൻ ദുഃഖിക്കില്ല. രാധേ, ശാരദ വന്നോ? എവിടെ? ശാരദ മരിച്ചു. മരിച്ചോ? ആത്മഹത്യ ചെയ്തു. എന്റെ ഈശ്വരാ. ശാരദ കല്യാണത്തിന് ചെന്നത് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഇഷ്ടപ്പെട്ടില്ല. ശാരദ ഒരു വേശ്യയല്ലേ? അവളുടെ കാശ് മാത്രം കൊള്ളാം. അവൾ കൊള്ളരാത്തവളായിപ്പോയി. കല്യാണ പെണ്ണിനെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. അവിടെ നിൽക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി. അവളെ ആരെങ്കിലും കാണുമോ എന്നായിരുന്നു അവരുടെ ഭയം. പെറ്റ അമ്മയും സ്വന്തം അച്ഛനും അവളെ ഇറക്കി വിട്ടുന്നോ? അതെ, അവർ ഇറക്കി വിട്ടു. അതെല്ലാം കാണിച്ച് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അതിൽ നമ്മെപ്പോലെ നശിച്ചവർക്കായി ഒരു ഉപദേശവും കൂടിയുണ്ട്. എന്താ അത്? ആരെന്ത് പറഞ്ഞാലും നമ്മളെ വീണ്ടും മാന്യതയോടെ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കരുതെന്ന്. തൽക്കാല വികാരത്തിന് സ്നേഹം ഭാവിക്കുന്നവർ പോലും കുറെ കഴിയുമ്പോൾ തള്ളിപ്പറയുമെന്ന്. മറ്റുള്ളവർ പുച്ഛിക്കുന്നത് കാണുമ്പോൾ എത്ര സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോകുമെന്ന്. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കുറച്ചു നേരം സ്വസ്ഥമായിരിക്കാൻ എന്നെ വിടൂ. ചേച്ചി, ഞാൻ പറയൂ, എന്താ പറയുന്നത്?
പെട്ടുപോയല്ലോ. അതുകൊണ്ട് പോകുന്നിടത്തോളം പോട്ടെ എന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള ചിന്ത. ഈ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം ഒരു മോചനമുണ്ടാകുമെന്ന് ഞാൻ ആശിച്ചിരുന്നു. എന്റെ ആശയും സ്വപ്നങ്ങളും അസ്ഥാനത്താണെന്നും പാടില്ലാത്താണെന്നും എനിക്കിപ്പോ തോന്നുന്നു. നിനക്ക് നല്ല ബുദ്ധി വന്നു എന്നർത്ഥം. ഇനിമേൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, ഒരെതിർപ്പും കൂടാതെ. നിൽക്ക്. നീ നല്ല മനസ്സോടെ വരുമ്പോ നിനക്കും നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണമല്ലോ. ഒരു വലിയ പണക്കാരനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. വലിയ അഫ്ഗാനി കോൺട്രാക്ടറാ. ഇവിടുത്തെ ചേട്ടന്റെ സ്വന്തം ആളാ. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ചേട്ടൻ ഈ നിലയിലൊക്കെ എത്തിയത് തന്നെ. നിനക്ക് വളരെ ഗുണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാ. ഇന്നലെ ഞാൻ ചേട്ടനോട് പറയാം. നീ ഇത്ര സുന്ദരിയാണെന്ന് രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇതാ കഴിക്കൂ. വേണ്ട. എന്താ ഇന്ന് വേണ്ടെന്നോ അതോ കഴിക്കില്ലെന്നോ? ഹലോ, ഈവനിങ്. ഇങ്ങനെയാണോ നേരത്തെ വരുന്നത്? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആ, രാധയ്ക്ക് ഇദ്ദേഹത്തെ പരിചയമില്ലല്ലോ. ഏയ്, ഇവിടെ രഹസ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. രാധ നമ്മുടെ സ്വന്തമാ. ഇദ്ദേഹം എക്സൈസ് കമ്മീഷണർ മിസ്റ്റർ സുദേവൻ. ഇരിക്കൂ. ആ, രാധയുടെ ദൈവം തന്നെ കമ്മീഷണർ അദ്ദേഹത്തിന് സ്മാൾ അയച്ചു കൊടുക്കും. ആ മതി. രാധയുടെ കൈ കൊണ്ടായിട്ട് സ്വീറ്റ് ആയിരിക്കും. അപ്പോഴേ ഇത് സ്വന്തം പ്രോഡക്റ്റ് അല്ലല്ലോ. ഹോട്ടൽ മുതലാളിമാരാരെങ്കിലും സ്വന്തം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ? അതുകൊണ്ടല്ല, മദ്യരായക്കന്മാരെ ഭയപ്പെടണമല്ലോ. എല്ലാവർക്കും സ്വന്തം ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന ജനസംസാരം. സർക്കാർ ഓഫീസിൽ മാത്രം ഇൻഫർമേഷൻ ഇല്ല. അല്ലാതെ എങ്ങനെ മുതലാകാനാ? സാറിന് അറിയാമല്ലോ. സാർ, എന്താ ജോൺസൺ? നമ്മുടെ പറയണം. നമ്മുടെ സ്പിരിറ്റ് ലോറികൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടിരിക്കുന്നു. അതിന് താൻ ഇത്ര പരിഭ്രമിക്കുന്നതിനാ? എക്സൈസ് പാർട്ടിയാ പിടിച്ചത്. അതിനെന്താ, എക്സൈസ് കമ്മീഷനിലേ ഇരിക്കുന്നത്. താൻ വയ്ക്കോ? പീതാംബരന് പെർമിറ്റ് ഇല്ലേ? ഉണ്ട്. പിന്നെന്താ പിടിക്കാൻ കാര്യം? സാധാരണ ഒരു ലോഡിലുള്ള പെർമിറ്റ് കൊണ്ട് ഞങ്ങൾ 8-10 ലോഡ് കടത്താറുണ്ട്. ചെക്ക് പോസ്റ്റുകാർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുന്നതുകൊണ്ട് അവർ ശല്യപ്പെടുത്താറില്ല. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ, എക്സൈസ് കമ്മീഷണർ ഹിയർ. ആരുണ്ട് ഇവിടെ? സാനന്ദനോ? മിസ്റ്റർ സാനന്ദൻ? ആ, ഞാനാ. പിന്നെ നമ്മുടെ പീതാംബന്റെ സ്പിരിറ്റ് ലോറികൾ. അതെ, അത് അതിന് പെർമിറ്റ് ഉള്ളതാ. അത് എത്രയും വേഗം റിലീസ് ചെയ്യണം. അതെ, പിന്നെ നേരം വെളുത്തിന് മുമ്പ് വേണം. പേപ്പേഴ്സ് ഒക്കെ അത് ശരിപ്പെടുത്തിക്കൊള്ളും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. പ്രാഥമികല്ലോ മനസ്സിലായോ? എന്റെ പണവും അഭിമാനവും മാത്രമല്ല, എന്റെ ജീവനാണ് കമ്മീഷണറെ രക്ഷപ്പെട്ടത്. ഒരു ലോറി കടത്തുമ്പോ എത്ര രൂപയാ ലാഭം? ആ കണക്കൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഈ കണക്കൊന്നും തീർക്ക്. Of course I'll finish it. രാധമ്മേ, ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താതെ എന്റെ ബിസിനസ് നടക്കില്ല. എന്ന് വെച്ചാൽ തൃപ്തിപ്പെടുത്തേണ്ടത് രാധമ്മയാണെന്ന് അർത്ഥം. അപ്പോ കോൺട്രാക്ടർ സാറിന് മദ്യവ്യാപാരവും സ്പിരിറ്റ് എടുത്തും മാത്രമല്ല, ബ്രോക്കർ പണിയും ഉണ്ട് അല്ലേ? രാധയ്ക്ക് ഫലിതം പറയാനും അറിയാം. ആ, ഇനി നിങ്ങൾ തമ്മിലായിരിക്കും. ഞാൻ രാവിലെ എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. See you. രാധ എന്നാ പേരല്ലേ? നല്ല പേര്. കാര്യങ്ങൾ എന്റെ പിടിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇനിയിപ്പോ എന്താ വഴി? എക്സൈസ് മിനിസ്ട്രിയോ ചീഫ് മിനിസ്ട്രിയോ തന്നെ വിളിക്കണം. എനിക്കൊരു ഡിസ്റ്റിലറി ശരിയാക്കി തരാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കണോ? ആ, MLA മിസ് കുമാരനെ പിടിച്ചാ മതി. അയാളല്ലേ ലോക്കൽ നേതാവ്. കുമാരൻ മതിയോ? ആ, കൊള്ളാം. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഒരുപോലെ പിടിപാടുള്ള ആളാ. എന്നാ ഞാൻ ജയിച്ചു. നമ്മുടെ സ്വന്തം ആളാ. ലോറി വിടിവെച്ച് കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ടാങ്കറുകൾ കടത്തി കിട്ടില്ലായിരുന്നെങ്കിൽ സംഗതിയാകെ കൊഴുന്നേൻ. ഇനി അവന്മാർ കിടന്ന് എത്ര ബഹളം വെച്ചാലും ഒരു ചുക്കും സംഭവിക്കാനില്ല. തൊണ്ടിയും തെളിവും കയ്യിലില്ലാതെ എന്ത് ബഹളം വെക്കാന്? കുമാരൻ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയേനെ. ഏയ്, ഇതൊരു ചെറിയ കാര്യം. വലിയ കാര്യം വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഡിസ്റ്റിലറി കൂടി ഒപ്പിച്ചെടുത്താൽ അത്
എക്സൈസ് മന്ത്രി മുഖ്യനും ഒരുപോലെ ഏറ്റിട്ടുള്ള കാര്യമല്ലേ? അത് നേടിയെന്ന് തന്നെ അങ്ങ് വെച്ചോ. പിന്നെ കോളല്ലേ. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. ഇറങ്ങാൻ നേരത്ത് മോളുടെ തലയിലടിച്ച് സത്യം ചെയ്തതാണ്, മോളെ നിനക്കൊരു ബർത്ത്ഡേ പ്രസന്റേഷൻ അങ്കിൾ ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഏതോ ചില അലവലാദികൾ കേസ് കൊടുക്കാൻ പോകുന്നെന്നോ കൊടുത്തെന്നോ ഒക്കെ ഞാൻ കേട്ടത്. അതൊന്നും പുള്ളി വകവയ്ക്കില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും വേണ്ടപ്പെട്ടവരെ വെറുപ്പിക്കാത്ത ഇത്ര നന്ദിയുള്ള ഒരു നേതാവിനെ വേറെ കാണാൻ പറ്റില്ല. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ അങ്ങ് ഇറങ്ങിയാലോ? സ്വല്പം ഒന്ന് ആഘോഷിക്കാതെയോ? വാ. പിന്നെ ഇരിക്കൂ. ഇത് രാധ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഏതായാലും ഈ ഏർപ്പാട് രണ്ടുപേർക്കും ഗുണമാണ്. ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചു കള്ള. അപ്പൊ എന്നെയും കടത്തി വെട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, സാറിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ആ ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഉടനെ വന്നേക്കാം. അയ്യോ, എനിക്ക് ഉടനെ പോണം. ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ പോകാമെന്നേ. രാധേ, ആ സൂട്ട് കേസ് ഇങ്ങെടുക്ക്. നമ്മുടെ വലിയാശാന ഇന്നേന് കണ്ട മറ്റേ കാര്യം ഒന്ന് ശരിയാക്കണം. അതിനു മുമ്പ് നമുക്ക് അങ്ങേരെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണ്ടേ? അതിവിടെ വേണ്ട, ഈ പെണ്ണും വേണ്ട. ഈ പെണ്ണായാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അങ്ങേരെ അറിയും. ഞാനിതിൽ ഇടപെട്ടുവെന്ന് അങ്ങേരോട്ട് അറിയാൻ വേണ്ട. പുള്ളിക്കാരന്റെ അടുത്ത ടൂർ എന്നാണെന്ന് അറിയിച്ചാൽ മാത്രം മതി. നമുക്ക് ടി വിയിൽ അറേഞ്ച് ചെയ്യാം. അങ്ങേരുടെ സകല പ്രോഗ്രാമും ഞാൻ ഇന്ന് തന്നെ അറിയിച്ചേക്കാം. എന്നാ ബാക്കി കാര്യം ഞാനും ഏറ്റു. ഓക്കെ. ഇതാ, ഇത് കുമാരന്. അയ്യോ, ഇത് വേണ്ടായിരുന്നു. വേണം. എപ്പോ വന്നാലും ഇതെനിക്ക് വാങ്ങാവുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ വന്ന സ്പ്ലിറ്റ് ലോഡിൽ എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടും. അതിലൊരു വീതം നിങ്ങൾക്ക് ഇരിക്കട്ടെ. ആ, ഞാൻ ഇറങ്ങട്ടെ. യു കണ്ടിന്യൂ. രാധേ, ലുക്ക് ആഫ്റ്റർ ഹിം. ഓല കൊടുത്തും മറ്റു തരത്തിലും സ്വാധീനിച്ച് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മദ്യത്തിനും മങ്കയ്ക്കും പണത്തിനും അടിമകളായി പോകുന്ന ചില എംബോക്കികളായ നേതാക്കളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമാണ് ഇതുപോലുള്ള ജനദ്രോഹികളായ കുറെ മുതലാളികളെ നിലനിർത്തിയിരിക്കുന്നത്. കുട്ടി എന്താ ആലോചിക്കുന്നത്? ഞാൻ അന്നത്തെ സാറിന്റെ തീപ്പൊരി പ്രസംഗം ഓർക്കുകയായിരുന്നു. അത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. രാഷ്ട്രീയത്തിൽ പ്രസംഗം വേറെ, പ്രവൃത്തി വേറെ. എന്നാലും സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലേ? അന്ന് ഞാനൊരു ട്രേഡ് യൂണിയൻ നേതാവ്, ഇന്നോ MLA. ഒരുപക്ഷെ നാളെ ഒരു മന്ത്രി. എക്സാക്ട്ലി. വിശപ്പും വികാരവും എല്ലാവർക്കും ഒരുപോലെയല്ലേ?